നിങ്ങൾ ചോദ്യത്തിന് എല്ലാ ഉത്തരം പറയും. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ലെന്ന്. അല്ല, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലല്ലോ എൻ്റെ ജോലി. ആയിരിക്കും, ചോദിച്ചുകൊണ്ടേയിരിക്കുക. എത്ര വർഷമായി റിപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങളെന്താ ഈ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദപ്പെട്ട ആളോട് ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളെന്താ കരുതിയ ഞങ്ങൾ നിങ്ങളുടെ ഒരു പരിധാരണയിൽ ജീവിക്കുന്നവരാണെന്നാണ്? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? അല്ല, ഞാൻ എൻ്റെ ശ്രദ്ധയിലില്ല, ഇപ്പം ഇല്ല. അല്ല, എൻ്റെ മുൻപിലേക്ക് ആ പ്രശ്നം വന്നിട്ടില്ല. അത് ഇല്ല ഇല്ല, ഞാൻ അതിജീവനം ഉദ്ഘാടനം ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഞാൻ ജീവനോട് ഇവിടെ നിൽക്കല്ലേ. അല്ല, പ്രശ്നം എന്താണെന്ന് നോക്കാം. അല്ല, ഞാൻ പറഞ്ഞ നിങ്ങളൊരു ക്യാമ്പയിൻ അല്ല എൻ്റെ മുമ്പിൽ. അത് റവന്യൂ മിനിസ്റ്റർ എറണാകുളത്താണ്, അമ്പലമുകളിലാണ്, മിനിസ്റ്റർ ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററാണ്. താങ്കൾ ഈ സ്ഥാനത്തേക്കുമ്പോൾ കുറെ മനുഷ്യർ കുറെ കാലങ്ങളായിട്ട് അവിടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് റീസൺ ശ്വാസതടസ്സമാണെന്ന് ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാവുമെന്ന്. നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നം നമ്മുടെ മുമ്പിൽ റവന്യൂവിനോട് പരിശോധിക്കാൻ പറയും. ഒരു പദ്ധതി ഇല്ല. നമുക്ക് നിയമം ചട്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ചാനലുകൾക്ക് ഹൈക്കോടതി പറഞ്ഞാൽ അപ്പം തന്നെ തീരുമാനം എടുക്കില്ലേ? ആരാ ഭൂമി ഏറ്റെടുക്കേണ്ടത്? അല്ല, ഒരു ഉത്തരവ് കാണിക്കും. അല്ല, വിമർശനം എന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോടതി ഓപ്പൺ കോർട്ടിൽ പറയുന്നതൊന്നും വിധിയല്ല. ഞാൻ വിധി അല്ലെങ്കിൽ അത് രൂക്ഷ വിമർശനം എന്ന് പറയാം. കോടതി ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോടതി ഓപ്പൺ കോർട്ടിൽ പലതും ചോദിക്കും. അത് ഞാൻ പറയുന്നത് കേക്ക്. നിസ്സാരമല്ലല്ലോ. നിങ്ങൾ ചാനലിനൊരു വിഷയം വേണം. നിങ്ങൾക്കത് എൻ്റെ അപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി. ഞാൻ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾ പറഞ്ഞതെന്താ? ഹൈക്കോടതി രൂക്ഷ വിമർശനം. ഓപ്പൺ കോർട്ടിൽ നടക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ വിമർശനം ചോദിക്കും, കണക്കെവിടെയെന്ന് ചോദിക്കും. ഇത് വസ്തുതയിലേക്ക് കോടതിക്ക് എത്താനുള്ളതാണ്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ തന്നെ കോടതി പറഞ്ഞു മാധ്യമങ്ങൾ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. വിധിയാണ് ബൈൻഡിങ്. പിന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. ഈ പ്രശ്നം നേരത്തെ വന്നപ്പോൾ കളക്ടറും എല്ലാവരും ബന്ധപ്പെട്ട ഘട്ടത്തിലും അന്നും പറഞ്ഞത് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് BPCൻ്റെ പദ്ധതി വരുമ്പോൾ ഈ സ്ഥലത്തിന് ആവശ്യമാണെങ്കിൽ അപ്പോൾ ഏറ്റെടുക്കും. ഞാൻ പറയുന്നത് നിങ്ങളുടെ ചോദ്യം നിന്നോട്ടെ. എനിക്ക് നിങ്ങൾ ചോദ്യത്തിന് എല്ലാ ഉത്തരം പറയും. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ലെന്ന്. അല്ല, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല. അതെ, നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്തൊഴിഞ്ഞു? ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലല്ലോ എൻ്റെ ജോലി. ആയിരിക്കും, ചോദിച്ചുകൊണ്ടേയിരിക്കുക. എത്ര വർഷമായി റിപ്പോർട്ട് ചെയ്യുന്നു? അല്ല, എത്ര വർഷമായി റിപ്പോർട്ട് ചെയ്യുന്നു? ഞാനിപ്പം ആയില്ലുള്ളൂ. നിങ്ങൾ എത്ര? അല്ല, നിങ്ങൾ വേറെ വേറെന്താ ചോദിക്കാനുള്ളവർക്ക്? മാധ്യമ പ്രവർത്തനം പഠിക്കേണ്ടത് ഞാൻ പറയാം. ഞാൻ മാധ്യമ പ്രവർത്തന ആയതുകൊണ്ട് പറയാണ്. നിങ്ങളെങ്ങ് വന്നിട്ട് നിങ്ങളിന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ എഴുതി കാണിച്ചു മന്ത്രി വാക്ക് പാലിച്ചില്ല. ഞാൻ ഏത് വാക്ക് കൊടുത്തു? ഏത് ഉത്തരവാദിത്തത്തിലാണ് നിങ്ങൾ എഴുതി കാണിക്കുന്നത്? ഞാൻ എന്ത് സംസാരിച്ചു? അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്നോട് സംസാരിച്ചതിന് ശേഷം വേണ്ടേ നിങ്ങൾ എഴുതി കാണിക്കാൻ? പറഞ്ഞല്ലോ. നിങ്ങളെ ഒഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം പരിശോധിക്കും, എന്താന്ന് നോക്കും. മതിയില്ല, അത്ര ഉത്തരം മതിയില്ലേ? അല്ല, എൻ്റെ ഭാഗമല്ലാന്നത്. ഇത് റവന്യൂവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്നതിൽ ഒരു സംവിധാനമുണ്ട്. നമ്മുടെ മുൻപിൽ വന്ന് എൻ്റെ അടുത്ത കാലത്ത് ഒന്നൊരു നിവേദനം എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. നേരത്തെ വന്നിട്ടുണ്ടാവും. ആ വന്ന ഘട്ടത്തിൽ അത് കൈമാറിയിട്ടുണ്ടാവും, പരിശോധിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ചാനലുകൾക്കിപ്പോൾ ഒരു രീതിയുണ്ട്. നിങ്ങൾക്കൊരു വിഷയം ഉണ്ടാവും. ആ വിഷയത്തിൽ നിങ്ങൾ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ചോദ്യം അങ്ങനെയല്ല. ഞാൻ എഡിറ്ററായും മുഖ്യ പത്രാധിപരായും പ്രവർത്തിച്ചിരുന്ന ആളാണ്. നിങ്ങൾ കുട്ടികളല്ലേ, ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 35 കൊല്ലമായി റിപ്പോർട്ട്. നിങ്ങൾക്ക് 35 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. താങ്കൾ ഒരു വിഷയത്തിന്റെ സീരിയസ്നെസ് തകർത്ത് കളയേണ്ടത് താങ്കളുടെ എക്സ്പീരിയൻസ് പറഞ്ഞോ എന്റെ പ്രായം പറഞ്ഞോ അല്ല.
അതായിക്കോട്ടെ, ഞാൻ ആ തർക്കത്തിനില്ല. ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിൽ ഞാൻ എന്ത് പറയണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? റിപ്പോർട്ടർ ചാനലിൻ്റെ ആദ്യത്തെ ഇതിനകത്ത് എന്നെ വിളിച്ചിരുന്നു ക്ലാസ് എടുക്കാനായിട്ട്. ഫസ്റ്റ് നിങ്ങളെന്നില്ലാന്ന് തോന്നുന്നു തുടങ്ങിയത്. ഇങ്ങനെയല്ല ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളെന്താ ഈ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദപ്പെട്ട ആളോട് ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളെന്താ കരുതിയത് ഞങ്ങൾ നിങ്ങളുടെ ഒരു പരിഗണനയിൽ ജീവിക്കുന്നവരാണെന്നാണ്? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യത്തിൻ്റെ രീതിയുടെ സ്വഭാവവും നിങ്ങളുടെ ടോണും എന്താ? പോലീസ് സ്റ്റേഷനിൽ ചോദിക്കുന്ന പോലെയാണ് ഉത്തരവാദപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത്? അങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത്? അപ്പോൾ അത് വേണ്ട. നിങ്ങളിപ്പോൾ എഴുതി കാണിക്കുകയാണ് നിങ്ങൾ രാവിലെ. അത് ചിലപ്പോൾ എന്നെ വിളിച്ച് കിട്ടിയില്ല എന്ന് പിന്നെ ചിലർ പറഞ്ഞു ആയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് രീതി വേണ്ടേ? ഈ പുതുതലമുറ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കാര്യം വരെ നിങ്ങൾ നോക്കിയാൽ മതി. ഇതനുസരിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് രണ്ടിനും നിർവചനം കിട്ടും. ഇതിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയല്ലേ. പിന്നെന്താ വേണ്ടേ? ശ്രീ മണിയാർ പദ്ധതിയാണ് ഒരു കാര്യം. ഏതാ KCBയുടെ കരാറ്, KCBയുടെ അനുമതി അല്ലെങ്കിൽ എതിർപ്പ് മറികടന്നാണ് ഈ കരാർ നീട്ടുന്നൊരു ആരോപണം. സ്വാഭാവികമായിട്ട് അവർക്കൊരിതുണ്ടാവും. ഞാൻ പറഞ്ഞ രാജ്യത്ത് നിലനിൽക്കുന്ന രീതി ഇതാണ്. ക്യാപിറ്റീവ് പവർ പ്ലാന്റ് KCBക്ക് ചിലപ്പോൾ കിട്ടിയാൽ കൊള്ളാമെന്ന് അവർക്ക് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടാവില്ല, നമുക്കാണെങ്കിലും. ഇത് KCB അവർ തുടങ്ങി അവരുടെ വൈദ്യുതി ഉൽപ്പാദനം അവരുടെ ഫാക്ടറിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. ഇത് ക്യാപിറ്റീവ് പവർ പ്ലാന്റ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ സെർച്ച് ചെയ്തറിയാം എന്താണ് ക്യാപിറ്റീവ് പവർ പ്ലാന്റ്. നമ്മുടെ രാജ്യത്ത് നിയമം അനുസരിച്ച് ക്യാപിറ്റീവ് പവർ പ്ലാന്റിന് സമയമുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ്? ഇതിന് ശേഷം 94 ടെസ്ലിന് ഇൻഡസ്ട്രിലിന് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ കഴിയും. അതിലൊരു പ്രശ്നം, നമ്മൾ ഇടപെട്ട് ഒരു ധാരണയിലേക്ക് എത്തിയതാണല്ലോ. അങ്ങനെയാണ് ആ ധാരണ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ 2 യൂണിയനുകൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയതോടുകൂടിയാണ് അത് പ്രശ്നത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഹൈക്കോടതി കേസ് നിൽക്കുമ്പോൾ ഇത് പട്ടയഭൂമിയാണ്. ശരിക്കും നമുക്കിത് വിൽക്കാനോ കൈമാറാനോ പറ്റില്ല. ഒരു സർക്കാർ ഏജൻസിയിൽ നിന്ന് വേറൊരു ഏജൻസിയിൽ കൊടുത്തിട്ട് കഴിയുമോ എന്നതാണ് യൂണിയനുകൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ ധാരണ എന്നുള്ളത്.